ഹലോ, നമുക്കിന്ന് പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാനിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് മല്ലിയില, പുതിനയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പകുതി സവാള, പകുതി തക്കാളി, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതിലോട്ട് പിഴിയുന്നുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് നമ്മളിതാ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കുറേശ്ശായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതാ ഇതിവിടെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു സവാള, ഒരു തക്കാളി, ക്യാപ്സിക്കം ഒന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതാ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയെടുക്കാം. അതൊന്നൊരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചോറിനായിട്ടുള്ള വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാ നമ്മുടെ അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്പട്ടിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. നേരത്തെ മസാല തേച്ച പാത്രത്തിലോട്ട് തന്നെ കേട്ടോ അത് ഇടുന്നത്. ഇനി ഈ മസാലയിലോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, സവാള, തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ചാർക്കോളില്ല കേട്ടോ, അത് കാരണം ഞാൻ കണൽ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കണലെടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ.
അതിനിടയിൽ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. ബായ്.